കെ.വി. സുമേഷ് എം.എൽ.എ, താങ്കൾ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്ത ഒരു അംഗം കൂടിയാണ്. ഇപ്പോൾ ആ ചർച്ചയിൽ കണ്ട ഒരു സമീപനം പൊതുവെ കക്ഷിരാഷ്ട്രീയ നേതാക്കളാണ്, പരസ്പരം കക്ഷിരാഷ്ട്രീയ താല്പര്യത്തോടു കൂടി തന്നെ ചില കാര്യങ്ങളിൽ വിയോജിക്കേണ്ടി വരും, ചിലതിൽ ഏറ്റുമുട്ടേണ്ടി വരും പരസ്പരം. അതൊക്കെ ഇരിക്കെ തന്നെ ഒരു ചേരിക്കതീതമായ ഒരു കൈകോർക്കൽ ഇന്നവിടെ കണ്ടു എന്നാണ് പൊതുവെ ഞങ്ങൾ പലരോടും സംസാരിച്ചപ്പോഴും ഒക്കെ ആളുകൾ വിലയിരുത്തുന്നത്. ഇത് ഫലപ്രാപ്തിയിലെത്തും എന്നൊരു സൂചന. ഈ ഐക്യം, പ്രതിപക്ഷ ഭരണപക്ഷ ഐക്യം, ഇക്കാര്യത്തിൽ അത് സമഗ്രമായി തന്നെ സംഭവിക്കും, അതങ്ങനെ തന്നെ മുന്നോട്ട് പോകും. ഇക്കാര്യത്തെ നമുക്ക് മറികടക്കാനാവും. കേരളത്തിലെ ഒരുപാട് കുടുംബങ്ങളുടെ വേദനയായി മാറിയ, കേരളത്തിലെ മുഴുവൻ മനുഷ്യരുടെയും ആശങ്കയായി മാറിയ ഈ മയക്കുമരുന്ന് പ്രശ്നം, കൗമാരക്കാർക്കിടയിലെ ഈ അരാജക പ്രവണതകളുടെ പ്രശ്നം, അത് പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നൊരു വിശ്വാസം താങ്കൾക്കിന്ന് ആ സഭയിലെ ഭാഗഭാക്ക് എന്ന നിലയ്ക്ക് ഉണ്ടോ സുമേഷ്? തീർച്ചയായും വളരെ പോസിറ്റീവായിട്ടുള്ള, വളരെ ക്രിയേറ്റീവായ ഒരു ചർച്ചയാണ് ഇന്ന് കേരള നിയമസഭയിൽ നടന്നത്. അതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്വീകരിച്ച ഒരു ആറ്റിറ്റ്യൂഡിനെ നമ്മൾ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കേണ്ടതാണ്. കാരണം നമ്മുടെ സഭയിൽ 2-3 തവണ ലഹരിയുടെ വിഷയം ചർച്ച ചെയ്തു. ഇവിടെ ബഹുമാനനെ NPC പറഞ്ഞ പോലെ ഈ നമ്മുടെ സമൂഹത്തിൽ ചിലരിൽ അപകടകരമായ ഒരു അക്രമവാസനയും ചില പ്രവണതകളും സമീപകാലത്ത് നമ്മൾ കാണുകയാണ്. ഇതൊരു കക്ഷി രാഷ്ട്രീയ വിഷയമല്ല എന്ന ശക്തമായ നിലപാടാണ് മുഖ്യമന്ത്രിയും സ്വീകരിച്ചത്. തുടക്കത്തിൽ അവതരണത്തിൽ ചില പ്രയാസങ്ങൾ ഉണ്ടായെങ്കിലും പിന്നീട് ചർച്ച വലിയ നിലയിൽ ഒരൊറ്റക്കെട്ടായി പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്ന് കേരളം ഒരു വലിയ സാംസ്കാരിക, സാമൂഹ്യ, ജനാധിപത്യ ജീവിത സംസ്കാരമുള്ള ഒരു നാടാണ്. ആ നാട്ടിൽ പുതിയ തലമുറയിൽ ചില അപകടകരമായ പ്രവണതകൾ നമ്മൾ കാണുകയാണ്. അതിനെ ഇന്ന് കേരള നിയമസഭ, നേരത്തെ നിങ്ങളെല്ലാവരും പറഞ്ഞ പോലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനാധിപത്യ വേദിയാണ്. ആ വേദിയിൽ എല്ലാവരും ഒറ്റക്കെട്ടായി എടുത്തിരിക്കുന്ന തീരുമാനം, മുഖ്യമന്ത്രി തന്നെ പിന്നീട് അതിൻ്റെ മറ്റു ചർച്ചകളിലേക്ക് നിങ്ങൾ പോകുമെന്ന് പറഞ്ഞു, ഒരു ബൃഹത്തായ കൂട്ടായ പരിശ്രമത്തിലൂടെ നമുക്ക് ഇത് യോജിച്ച് നിന്ന് ഇല്ലാതാക്കാൻ കഴിയും എന്ന ശക്തമായ സന്ദേശമാണ്. അതിന് വിപുലമായ യോഗങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വിളിക്കുന്നതിന് വേണ്ടിയും പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇന്ന് കേരള നിയമസഭയിൽ നടന്നിട്ടുള്ളത് വളരെ പോസിറ്റീവായ, കേരളത്തിന് പ്രതീക്ഷ നൽകുന്ന, നമ്മുടെ കുട്ടികളാണ്, നമ്മുടെ അനിയന്മാരാണ്, നമ്മുടെ സഹോദരന്മാരാണ്. അവരെ ഇപ്പോൾ കണ്ടുവരുന്ന ഈ പ്രവണതയിൽ നിന്ന് മോചിപ്പിക്കണം. അതിന് എന്തെല്ലാം മാർഗങ്ങൾ, ആ മാർഗങ്ങളിലേക്ക് പോകാനുള്ള യോജിച്ച തീരുമാനമാണ് നമ്മളെടുത്തത്. അത് ഗവൺമെൻറ്റിൻ്റെ മുൻകൈയോടുകൂടി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് വളരെ ശക്തമായ ഒരു മൂവ്മെൻറ്റ് നടത്താനാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നതെന്ന് മുഖ്യമന്ത്രി അസന്നിഗ്ധമായിട്ട് പറഞ്ഞു. അപ്പോൾ തികച്ചും നമുക്ക് പ്രതീക്ഷ നൽകുന്ന, അല്ലെങ്കിൽ ശക്തമായി മുന്നോട്ട് നയിക്കുന്ന, ആ ചർച്ചയിൽ പങ്കെടുത്ത ഒരാളെന്ന നിലയിൽ നമുക്ക് നല്ല ഒരു സന്തോഷം നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസ്കഷനും അതോടൊപ്പം കൺക്ലൂഷനും സഭയുടെ ഭാഗമായി ഉണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.